ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് ലുട്ടാപ്പി കഥകൾ കേൾക്കാം. വേറെ ആരുമല്ല, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായ കുറച്ച് ആൾക്കാരുടെ, എല്ലാവരുടെയെന്ന് ഞാൻ പറയത്തില്ല, മുസ്ലിങ്ങളിൽ തന്നെ കുറച്ച് ആൾക്കാരുടെ പ്രിയപ്പെട്ടവനായ ഖബർ പൂജയൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയുടെ, അതായത് CM വലിയുള്ള എന്നൊക്കെ പറയും. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ സമസ്തക്കാരനാണ്. ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ പറയും ഞാൻ മുജാഹിദ, അല്ലെ കാദിയാനിയ, വഹാബിയ, മൗദൂദിയ എന്നൊക്കെ പറയും. അതൊന്നുമല്ല, ഞാൻ നല്ലൊരു സംസ്ഥക്കാരനാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ കൂട്ടിക്കത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ആ ലുട്ടാപ്പി കഥയൊന്ന് കേട്ടിട്ട് അഭിപ്രായം പറ. വളരെ രസകരമായിട്ടാണ് കുറേ മുസ്ലിയാക്കന്മാർ അവതരിപ്പിച്ചേക്കുന്നത്. അത് കേൾക്കുമ്പോഴേ നമുക്ക് കരച്ചിലും വരും, ചിരിയും വരും. അങ്ങനെയുള്ള കുറേ തള്ളുകളാണ്. എന്തായാലും നിങ്ങൾ പോയി ഒന്ന് കാണുക. ഒരു ദിവസം ശൈഖുന റൂമിലുണ്ട്, ഹാജിയാരുള്ളത് റൂമിന്റെ പുറത്താണ്. റൂമിൽ നിന്ന് ശൈഖുന സംസാരിക്കുകയാണ്. ആരുമില്ല വേറെ. ശൈഖുന സ്ഫുടമായ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, നല്ല ഇംഗ്ലീഷ്. ഹാജിയാര് പറയുന്നുണ്ട്, എവിടെയും ഒരു മിസ്റ്റേക്കും ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല, വ്യക്തമായ സ്ഫുടമായ ഇംഗ്ലീഷ്. കുറെ നേരം ഇങ്ങനെ കേട്ടിരുന്നു. രാവിലെ മടവൂർ ശൈഖുനായോട് ഹാജിയാര് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? മടവൂർ ശൈഖുന പറഞ്ഞു, ഇന്നലെ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ 1000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക്, അതായത് നമ്മുടെ ഈ സത്യത്തിന്റെ വഴിയിലേക്ക് വന്നപ്പോ ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ശൈഖുനയുടെ ചരിത്രം കാണാമല്ലോ. ഒരു ദിവസം നടക്കുന്ന സമയം ശൈഖുന പറയാണ്, തഖദ്ദം യാ ജിബ്രീൽ, നിങ്ങൾ മുന്നിൽ നടക്കി. ആ സമയത്ത് ജിബ്രീൽ ശൈഖുനയെ അനുഗമിക്കുകയാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? അതുവരെ ശൈഖുന മുന്നിൽ തന്നെയല്ലേ. തഖദ്ദം എന്ന് പറഞ്ഞത് കൊണ്ട് ജിബ്രീൽ പിന്നെ മുന്നോട്ട് നിന്നോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. വാക്കുന്ന ഉറപ്പാണല്ലോ. തഖദ്ദം എന്ന് പറയുമ്പോൾ ജിബ്രീൽ ബാക്കിലാണ് നിൽക്കുന്നത്. അവർ വരെ സഞ്ചരിക്കണമെങ്കിൽ മടവൂരിന്റെ അമ്രു വേണം. ഒരു ജിബ്രീലും ഒരു മീകായിലും ഒരു ഇസ്രാഫീലും ഒരു അസ്രായിലും, ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന മുദബ്ബിരീൻ ആലമായിട്ടുള്ള ഈ മലായിക്കത്തിനെ പോലും തദ്ബീർ ചെയ്യുന്ന ഉന്നതന്മാരാണ് മഹാന്മാരായിട്ടുള്ള അമ്പിയാക്കളും ഉന്നതരായിട്ടുള്ള ഔലിയാക്കളും. ആ നിലയിലുള്ള പദവിയിൽ വന്നവരാണ് മഹാനരായ ശൈഖുന ശൈഖുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞങ്ങള് കല്ലായിലോ ഏതോ സ്ഥലത്തൊരു ഹോട്ടലിൽ നിന്ന് ഷെയ്ഖുനാന്റെ കൂടെ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ മുക്കം മൊഹീദ്ദീൻ സാഹിബ് കൂടെയുണ്ട്. ചന്ദ്രികാ പത്രം അവിടെ കിടക്കുന്നുണ്ട്. ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട്. അതിലേക്ക് ഇങ്ങനെ ചൂണ്ടി ഈ മുക്കം മൊഹീദ്ദീൻ സാഹിബ് പറഞ്ഞു, ഷെയ്ഖുനാനോട് പറഞ്ഞു, ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവൾ എന്ന്. അത് വാസ്തവത്തിൽ മൊഹീദ്ദീൻ സാഹിബിന് അറിയാം ഇവൾ ഭരിക്കുന്നില്ല എന്ന്. പക്ഷെ ഷെയ്ഖുന മറുപടി പറയാൻ വേണ്ടി, ഷെയ്ഖുനയുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത്. ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല, ഷെയ്ഖുനെ ഭരിക്കുന്നവരാണ് എല്ലാവരും. അത് നമുക്ക് പറയാമെന്നറിയാം. നീ സംഭവിക്കാൻ പോകും നമ്മൾ നോക്കുക. അങ്ങനെ അത് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു, അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല, അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിന്നിറങ്ങി മുറാർജി ഭരണത്തിൽ കയറി. ഷെയ്ഖുനയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഷെയ്ഖുനയാണ് ഇന്ദിരയെ ഭരിക്കുന്നത്. മടവൂര് ശൈഖുന അജ്മീറിലെത്തി. ട്രെയിൻ അജ്മീർ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എല്ലാവരും ഇറങ്ങി. മടവൂര് ശൈഖുന ട്രെയിനിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരാണ്, അതുകൊണ്ട് എനിക്ക് ക്ഷണിച്ച ആള് തന്നെ വന്നാലേ ഇറങ്ങൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഗാംഭീര്യതയുള്ള ഒരു മഹാൻ വരുന്നു. അവര് കൈപിടിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് ശൈഖുന പറഞ്ഞു കൊടുക്കുന്നു, ആ വന്നത് അജ്മീർ ഹാജയായിരുന്നു. ഇനി റൗദയിലെത്തിയാലോ, മദീനയിൽ ഹബീബായ തങ്ങൾ തന്നെ നേരിട്ട് ശൈഖുനയെ സ്വീകരിക്കുകയാണ്. ഖാജ തങ്ങൾ സ്വീകരിക്കുകയാണ്. സമകാലികരായ ഔലിയാക്കന്മാര് സ്വീകരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ മാട്ടൂലുള്ള ഒരു സഹോദരൻ 2 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. അപ്പൊ അയാൾ ജോലി നിർത്തിപ്പോന്നു. നാട്ടിൽ പിന്നെ കുറച്ച് നിന്നപ്പോൾ അയാൾക്ക് തോന്നാ വീണ്ടും ഗൾഫിൽ തന്നെ പോകണം.
മഹാനവറുകളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്നു കുറെ, ഞാൻ നിർത്തിപ്പോന്നു, ഇനിയും ഗൾഫിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഗൾഫിൽ പോവാം, ജോലി ചെയ്യാം. അപ്പൊ ഇയാൾ പറഞ്ഞു, വിസ എൻ്റെ അടുത്ത് വിസക്ക് പൈസ ഒന്നുമില്ല, നിങ്ങൾക്ക് വിസ വേണ്ട, ജോലി ചെയ്യാം, ഗൾഫിൽ പോവാം. അപ്പൊ ഇയാൾക്ക് തോന്നിയൊരു തമാശ പറഞ്ഞതാണോ, കണ്ണൂർ മാട്ടൂലുള്ളതാണ്. അപ്പോ തിരിച്ചു വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മഹാനവറുകളുടെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഗൾഫിൽ പോവാം, വിസ വേണ്ട, ജോലി ചെയ്യാം. അപ്പൊ മൂപ്പർക്ക് തോന്നാണ് ഇത് നമ്മളൊരു ഇൻസൾട്ട് ആക്കിയാണോ, കാരണം വിസ ഇല്ലാതെ ഗൾഫിൽ പോവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവം നടക്കൂലല്ലോ. അങ്ങനെ മൂന്നാമതും ഇയാൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, വിസ വേണ്ട, ഗൾഫിൽ പോവാം, ജോലി ചെയ്യാം. അയാൾ ചോദിച്ചു, എങ്ങനെയാണ് ഇത് നടക്കുവോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ മാസം അവസാനത്തിൽ 25-ാം തീയതി ബോംബെയിൽ നിന്ന് പോകുന്ന ദുബായിക്കുള്ള വിമാനത്തിൽ കയറി യാത്ര ചെയ്തോളൂ. അങ്ങനെ ഇയാൾ നാട്ടിൽ നിന്ന് ആ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെ പുറപ്പെട്ടിട്ട് ഒരു ഹോട്ടലിലോ മറ്റോ കുറച്ച് ജോലി ചെയ്ത് അവിടുന്ന് കുറച്ച് പൈസ. സിഎമ്മിന്റെ വാക്ക് അസർ ചെയ്യും. ചിലരുടെ കൽബിലൊക്കെ അത് തട്ടും, ചിലരൊക്കെ ഇസ്ലാമിലേക്ക് വരും. അത് കണ്ട ചില മുസ്ലിങ്ങളിൽപ്പെട്ട 1-2 ആളുകൾ തീരുമാനിച്ചു സിഎമ്മിനെ വഞ്ചിക്കാൻ. അങ്ങനെ 2 ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം. സിഎം വലിയുല്ലാഹിയുടെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് 2 പേരും കൂടെ സിഎമ്മുമായിട്ട് പോവാണ്. അവിടുന്ന് ഷാത്ത് കലിമ എല്ലാം വേണ്ടി പോവാ. അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ്. ഇവർ 2 ആളും ഉദ്ദേശം പുഴന്റെ അരികിലെത്തിയാൽ 2 പേരും കൂടെ സിഎമ്മിനെ പുഴയിലേക്ക് ഉന്തുക, കൊല്ലുക എന്നാണ്. അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോ തോളിൽ കൈവച്ച ആള് സിഎം വലിയുള്ളാന്റെ കഴുത്ത് പിടിച്ചു. ഉടനെ തന്നെ സിഎം വലിയുള്ള, എങ്കിൽ എന്നെ കൊല്ലാനാണെങ്കിൽ എന്നർത്ഥം, എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു. അതിൽ വാനലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നു, അയാളെ തെറിപ്പിച്ച് കളഞ്ഞു. അവിടെ കിടന്ന് അയാൾ മരിച്ചു, മറ്റയാൾ ഓടിക്കളഞ്ഞു. എങ്കിൽ ഒരു ഇടി. ഇത് സിഎം വലിയുല്ലാഹിയുടെ ഇടിയല്ല, എല്ലാത്തിനും കഴിയും. അതിന് പ്രകൃതി സിഎമ്മിന് വേണ്ടി പ്രവർത്തിക്കും. ഇനി ഇടി അവിടെ മീക്കായിലൊന്നും വരണ്ടേ, സിഎമ്മിനെ ഇടി ഉണ്ടാക്കാൻ കഴിയും. മീക്കായിലെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മീക്കായിലാണെന്നുള്ളതും തെളിവില്ല. സിഎം അത് ചെയ്യിപ്പിച്ചും ചെയ്തല്ല, അതാണ് ഞാൻ പറഞ്ഞതല്ല. അതിപ്പോ മീക്കായിൽ വേണം ഇടിക്കണ്ടെന്ന് ഇവർ ഇത്താവില്ല. ഇടി ഉണ്ടാകും, മീക്കായിലുണ്ടാവും. അങ്ങനെയാണ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം സിയമുല്ലാഹി മഹാനവറുകൾ കറാമത്തുകൾ വിശാലമായി കിടക്കുന്ന ഒരു കറാമത്തിന്റെ ഉടമയാണ് മഹാനവറുകൾ. അപ്പൊ അതുകൊണ്ട് ഇതിന് ട്രോളായിട്ട് പറയുന്ന ആളുകളും ഇതിനെ പരിഹസിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ ഇതാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് പാര ഏണി വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകുമ്പോൾ നമ്മുടെ ആ വിശ്വാസത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് തഹക്കീക്കാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ സാധാരണക്കാരായ ആളുകൾ, പൊതുജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസം കുറഞ്ഞു പോകും, അവരുടെ ഉള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ സാധാരണക്കാരായാലും ഇതിനെ വിമർശിക്കുന്ന പണ്ഡിതന്മാരായാലും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. കാരണം വരും തലമുറക്ക് ഇത്രത്തോളം ഉള്ളൂ എന്ന് തോന്നിപ്പോകരുത്. അപ്പോൾ അതിന് വേണ്ടുന്ന രൂപത്തിൽ ഇനി ഈ കാരണം ശവ്വാൽ മാസമായതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ ഞാനൊക്കെ പറയുന്ന വിഷയങ്ങൾ ഏത് ഇതിലുള്ള വിഷയമാണെങ്കിലും അതിന് കറക്റ്റുള്ളതേ നമ്മൾ പറയാറുള്ളൂ. ചോദിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇൻഷാ അല്ലാഹ് വ്യക്തമായ രൂപത്തിൽ അതിൻ്റെ സനദ് അടക്കം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറയുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെ സംശയമുള്ള ആളുകൾ ഫോൺ ചെയ്യണമെന്നില്ല, നേരിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ മതി, എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിന്റെ എതിരാളി ആയിരിക്കും സിഎമ്മിന്റെ എതിരാളി. സിഎമ്മിന്റെ എതിരാളി അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുരീദിന്റെ എതിരാളി അവനെ തറ പറ്റിക്കും സിഎം, അവനെ കൊന്നുകളയും വേണമെങ്കിൽ സിഎം. ഞാൻ ഇൻഷാ അല്ലാഹ് ചിലതൊക്കെ പറയുന്നു. ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ അവർക്ക് നമ്മോട് വെറുപ്പ് വരൂല. അപ്പൊ ഇതങ്ങ് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ കാലിൽ പിടിച്ചു. ഉടനെ അവിടുത്തെ സ്വഭാവം മാറി. എന്നിട്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു, നീ ഭയപ്പെട്ടോ, നീ പേടിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടില്ല. അപ്പൊ കണ്ടത്, ഈ കുട്ടി കണ്ടത് സിഎം വലിയുല്ലാഹി കാണുന്നില്ല, സിഎം വലിയുള്ള കാണാത്തതില്ല. അതാണ് സത്യം.
ആലമിൽ മൊത്തമുള്ളത് കാണാൻ അള്ളാഹു കഴിവ് കൊടുത്ത ആളാണ് CM. ഇത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെയാണ് സത്യമുള്ളത്. വലുത്തൂർ പാപ്പാന്റെ ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി അള്ളാഹു കൊടുത്ത ദറജയേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുമായി വല്ലാത്ത ബന്ധമുള്ളവരാണ് വലുത്തൂർ പാപ്പ. വലുത്തൂർ പാപ്പാനെ അരികിൽ എന്നെ ഏൽപ്പിച്ചത് CM വലിയുള്ളാഹിയാണ്. ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, CM വലിയുള്ളാഹിയുമായി പലപ്പോഴും ബന്ധപ്പെടുമ്പോ ഏതോ ഭാഷ സംസാരിക്കുകയാണ്, എവിടെയോ ആണ് ആളുള്ളത്. അതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ബന്ധപ്പെടുമ്പോ അല്പം കഴിഞ്ഞാൽ പിന്നെ നമ്മോട് ബന്ധപ്പെടും. എന്നിട്ട് പറയും, ഞാൻ ഇന്നാലിന്ന നാട്ടിലായിരുന്നു, ഞാൻ ഇന്നാലിന്ന നാട്ടുകാരുമായി സംസാരിക്കുകയായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ഭാഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളിൽ പലർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി. ഇംഗ്ലീഷും ഉറുദും ഫാർസിയും അറബിയും തമിഴും പഠിച്ച ഭാഷയാണ്. മലയാളം പിന്നെ മാതൃഭാഷയില്ലേ, മറ്റുള്ള ഭാഷ